ഗൗതം അദാനി വിഷയത്തിൽ തുടർച്ചയായ മൂന്നാം ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു. വിഷയത്തിൽ ചട്ടം 267 പ്രകാരമുള്ള അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ ഇന്നും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. അതിനിടെ വയനാട്ടിൽ നിന്നും വിജയിച്ച പ്രിയങ്ക ഗാന്ധിയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസ് എംപി രവീന്ദ്ര വസുന്ധരാവ് ചവാനും ലോക്സഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗൗതം അദാനി കൈക്കൂലി കേസിൽ ഇന്നും പാർലമെന്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ പിരിഞ്ഞു. സഭ ചേർന്നപ്പോൾ തന്നെ അദാനി വിഷയം ചട്ടം 267 പ്രകാരം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടെങ്കിലും ഇരുസഭകളിലെയും അധ്യക്ഷന്മാർ അനുവദിച്ചില്ല. തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയായിരുന്നു. ആദ്യം 12 മണിവരെ നിർത്തിവെച്ച ഇരുസഭകളും ബഹളം തുടർന്നോടെ നാളത്തേക്ക് പിരിയുകയായിരുന്നു. വയനാട്ടിൽ നിന്നും വിജയിച്ച പ്രിയങ്ക ഗാന്ധി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരള സാരിയുടുത്ത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു സത്യപ്രതിജ്ഞ. मैं प्रियंका गांधी वाड्रा जो लोकसभा की सदस्य निर्वाचित हुई हूँ सत्यनिष्ठा से प्रतिज्ञा करती हूँ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസ് എംപി രവീന്ദ്ര വസുന്ധരാവ് ചവാനും ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭയിൽ UP സംഭാലിലെ വർഗീയ സംഘർഷം ചർച്ച ചെയ്യുന്നതാവശ്യപ്പെട്ട് A.A. റഹീം എംപി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. അതിനിടെ വഖഫ് ഭേദഗതി ബില്ലിൽ JPCയുടെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലാവധി നീട്ടിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.